ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് യാത്രാവിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാത്രി 12:30-12:45 തിരിച്ചെത്തിയത്. അപ്പോൾ ഞങ്ങൾ പോയത് 3 അമ്പലത്തിൽ പോയതാണ്. നമ്മൾ ആദ്യം പോയത് വൈക്കത്താണ്. വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറ്റാനിക്കര വന്നു. ചോറ്റാനിക്കര അവിടെ തൊഴുതതിന് ശേഷം പിന്നെ വൈകിട്ടാണ് 3ാമത്തെ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 3ാമത്തെ അമ്പലത്തിൽ ഒരു വഴിപാടുണ്ടായിരുന്നു. നാഗത്താന്മാരുടെ അമ്പലമാണ് ആമേട. അപ്പോൾ അവിടെ സർപ്പബലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തൊഴണം. അപ്പോൾ അങ്ങനെ വൈകിട്ട് അത് ഒരു 6 മണിയോട് കൂടി എത്താനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ രാവിലെ തന്നെ പോയി 2 അമ്പലങ്ങളിലും തൊഴുത് അങ്ങനെ പിന്നെ വൈകിട്ട് അവിടെ പോയി ആ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഒരു 12:45 ആയി തിരിച്ചെത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഫുള്ള് വഴിയുടെ പണി നടക്കുകയാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു. 6 മണിക്ക് ഇറങ്ങിയ കാരണം തന്നെ ഞങ്ങൾക്ക് നല്ല ബ്ലോക്ക് കിട്ടുകയും ചെയ്തു. ഞങ്ങൾ പരമാവധി എല്ലാ അമ്പലങ്ങളിലും പോകുമ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങും. അപ്പോൾ നമുക്ക് വലിയൊരു ബ്ലോക്ക് ഇല്ലാണ്ട് പോവാം. ഇപ്പോൾ ഞങ്ങൾ ചാലക്കുടി വഴിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊടകരയിൽ നിന്ന് ചാലക്കുടി പോകുന്ന വഴിയിൽ അറിയുന്നവർക്ക് അറിയാം, ഫുള്ളായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് വഴിയൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ചാലക്കുടി പാലം കയറി പോകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഡി സിനിമാസിൻ്റെ അടുത്തൊരു ഫിലിം സിറ്റി വന്നിട്ടുണ്ടല്ലോ, പുതിയ എന്തോ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയോ അങ്ങനെ എന്തോ റാഫേൽ ഫിലിം സിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ ഫിലിം സ്റ്റാറൊക്കെ വന്നത്. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ കറക്റ്റ് എനിക്ക് കിട്ടിയില്ല. സ്പീഡിലായ കാരണം തന്നെ എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് ഡി സിനിമാസ്. ഞാൻ ഇതുവരെ ഡി സിനിമാസിൽ സിനിമയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ചാലക്കുടി പാലം കടന്ന് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒന്നും കുഴപ്പമില്ല നമുക്ക്. പക്ഷേ ഇനിയിപ്പോൾ മുരിങ്ങൂർ നല്ല ബ്ലോക്ക് കിട്ടും. അതേപോലെ തന്നെ കൊരട്ടിക്ക് പോണ വഴിയിലൊക്കെ ഫുൾ ബ്ലോക്കാണ്. പണി നടക്കണ കാരണം കംപ്ലീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ ഈ ബ്ലോക്കൊന്നുമല്ല, തിരിച്ചു വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടു കേട്ടോ. അത് കാരണം തന്നെയാണ് ലേറ്റ് ആയതും, വളരെ ലേറ്റ് ആയതും. അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞില്ലേ, പോണ വഴിയിലൊക്കെ അങ്കമാലി വരെ ഇതുപോലെ തന്നെയാണ്. നമുക്ക് മുരിങ്ങൂർ പിന്നെ ചെറങ്ങര എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഇതുപോലെ തന്നെ പണി നടക്കുകയാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഈ വഴിയൊക്കെ പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ, ഈ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ അതേ നമ്മൾ അഡ്ലക്സിൻ്റെ അതിലാണ് പോണത്. കൊരട്ടിയിൽ അഡ്ലക്സ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്ററും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അതിലാണ് പോകുന്നത്. വീഡിയോ എടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ആ ടൈം എത്തുമ്പോൾ ആ വീഡിയോ ഓൺ ആക്കുള്ളൂ. മറക്കും വീഡിയോ എടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ട്രാവലിംഗ് വ്ളോഗൊന്നും അധികം ചെയ്യാത്ത കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ മറക്കും. അത് ആ ടൈം എത്തുമ്പോഴാവും ചിലപ്പോൾ അയ്യോ അതെടുത്തില്ലല്ലോ എന്ന് വിചാരിക്കുക. അതേ നമ്മളങ്ങനെ ആലുവ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ആലുവയ്ക്ക് കടന്ന് അവിടെ നിന്ന് അങ്കമാലിയിൽ നിന്ന് നമ്മൾ ആലുവയ്ക്ക് പോകുന്ന ആ ഒരു റൂട്ടാണ്. ഇവിടെ നിന്ന് പോണ വഴിയിലും കുറേയൊക്കെ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ എടുത്തില്ല. ഇവിടെ ഒരു ടെൽക്കിൻ്റെ കമ്പനി ഉണ്ട്, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. അവിടെ നിന്ന് വരുന്ന വഴിയിൽ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു റോഡാണ്. ഇത് നമ്മുടെ കൊച്ചിൻ റിഫൈനറിയുടെ ആ ഒരു വ്യൂ ആണ് കാണുന്നത്. നമ്മൾ അതിൻ്റെ റൂട്ടല്ല പോകുന്നത്, പക്ഷേ നമുക്കത് കാണാൻ പറ്റും. പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റും. ഭയങ്കര സ്മെല്ലായിരുന്നു വണ്ടിയിൽ ഇരുന്നിട്ട്. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരുന്നു. ഞങ്ങൾ പറയുകയും ചെയ്തു ഇവിടെ ഉള്ളവർ എങ്ങനെയാണ് താമസിക്കുന്നത് കണ്ട്. അതിൽ നിന്ന് പോകുന്ന പുകയുടെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ അമ്പലമുകളിലാണ് റിഫൈനറി വരുന്നത്. അവിടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രമല്ല, ചേട്ടൻ്റെ അച്ഛനൊക്കെ ആദ്യം താമസിച്ചിരുന്നത് അമ്പലമുകളിൽ ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ പോയിരുന്നു. അവർ സ്ഥിരം പോകുന്ന അമ്പലമാണ്. അപ്പോൾ നമ്മൾ കുടുംബക്ഷേത്രം പോലെ തന്നെ പൂവാറുണ്ട് അവിടെ. അത് ഈ റിഫൈനറിയുടെ തൊട്ട് ബാക്കിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ശരിക്കും അടുത്ത് റിഫൈനറി കാണാം. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് പോയപ്പോൾ റിഫൈനറിയുടെ ഒന്നും വീഡിയോ എടുത്തില്ല. തൊട്ട അടുത്ത് തന്നെയായിരുന്നു കേട്ടോ അമ്പലം. ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട് അമ്പലത്തിലേക്ക്. ഇത് നമ്മൾ ആ റൂട്ടല്ല, പക്ഷേ ഇത്രയും അകലെയായിട്ട് പോലും ഭയങ്കര സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയാണ്. ആദ്യം നമ്മൾ പോയത് വൈക്കത്ത് അമ്പലത്തിലാണ്. സെയിം റൂട്ട് തന്നെയാണ്. വൈക്കത്ത് പോയി നമ്മൾ തിരിച്ച് ചോറ്റാനിക്കരയ്ക്ക് ഇതേ റൂട്ടിൽ തന്നെ തിരിച്ചു വരണം. ഇനി എളുപ്പവഴി വേറെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മൾ ചോദിച്ചും ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയത് അതേപോലെ തന്നെയായിരുന്നു. ആ വഴിക്ക് തന്നെയാണ് തിരിച്ചു വന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ആമേടയ്ക്കും, അതൊക്കെ ആ ഒരു ചുറ്റളവിൽ പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അത്ര കിലോമീറ്ററൊന്നും ഉണ്ടായിരുന്നില്ല. 5-6 കിലോമീറ്ററൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഇതേ ഞങ്ങൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ പോണ വഴിയിൽ കുറച്ചൊക്കെ വ്യൂ കിട്ടി, കുറച്ചൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോൺ എടുത്ത് ഓൺ ചെയ്ത് വരുമ്പോഴേക്കും സ്ഥലം വിട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വ്യൂ ഒന്നും അധികം കിട്ടിയില്ല. പോകുന്ന വഴിയിൽ കുറേ ഈ പറഞ്ഞ പോലെ പാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പുഴ പാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് വൈക്കത്ത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലായിട്ട് തമിഴ്നാടിൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ വൈക്കത്ത് ഞങ്ങൾ വിചാരിച്ചു, വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷേ വൈക്കത്ത് ഞങ്ങൾക്ക് അത്രയും തിരക്ക് കിട്ടിയില്ല കേട്ടോ.
ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും തൊഴാനൊക്കെ സുഖമായിരുന്നു. നമുക്ക് അത്ര അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചോറ്റാനിക്കരയാണ് നല്ല തിരക്കുണ്ടായത്. തൊഴാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞങ്ങൾ കയറി വരിയിൽ കയറി കഴിഞ്ഞ് തൊഴുതിറങ്ങിയപ്പോഴേക്കും നട അടച്ചു. പിന്നെയാണ് അവിടെ കുറേ ഗ്യാപ്പ് തൊഴാനായിട്ട് ആൾക്കാരുടെ ലൈനൊക്കെ വലുതായി പോയത്. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നട അടച്ചത്. അപ്പോൾ അത് ഞാൻ അവിടെയും രക്ഷപ്പെട്ടു. പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ തൊഴുത് നേരെ ചോറ്റാനിക്കര പോയി. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ വൈക്കത്ത്. അപ്പോൾ കുട്ടികളെ ശബരിമലയ്ക്ക് കൊണ്ടുപോയ സമയത്ത് ഇവിടെ അവർ വന്ന് പോണ വഴിയിൽ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. പക്ഷേ നട അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് വിചാരിച്ചതാണ് ഒന്ന് തൊഴിയിക്കണം എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വെക്കേഷനിലാണല്ലോ അതൊക്കെ നമുക്ക് കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അമ്പലത്തിലേക്ക് വരും വേണം, ആമേടയിലേക്ക് വരും വേണം. അപ്പോൾ പിന്നെ എന്നാൽ ഇതൊരുമിച്ച് ഇത്രയും ലോങ്ങൊക്കെ നമ്മൾ വരുമ്പോൾ 2-3 അമ്പലത്തിലൊക്കെ പോയാലേ പറ്റുള്ളൂ. ഒരു അമ്പലത്തിലേക്ക് മാത്രമായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 2-3 അമ്പലത്തിൽ തൊഴുത് പോവുകയാണെങ്കിൽ അതും നമുക്ക് എളുപ്പമാണല്ലേ. വലിയ അമ്പലമാണ് കേട്ടോ. നമ്മളവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പന്തലൊന്നും ഫുള്ളായിട്ട് അഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു സൈഡിൽ ആൾക്കാർ നിന്ന് അതിൻ്റെ പന്തലുകൾ ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നമ്മൾ നേരെ കയറി അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ ചരട് പൂജിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ട് അത് കയ്യുമ്മ കെട്ടി കൊടുത്തു കുട്ടികൾക്ക്. അങ്ങനെ വേഗം ഉള്ളിൽ കയറി തൊഴാനൊക്കെ വേഗം പറ്റി. നല്ലപോലെ തൊഴാനും പറ്റി. അത്രയധികം തിരക്കില്ലാത്ത കാരണം നമുക്ക് വേഗം തൊഴുതിറങ്ങാനും പറ്റി. അപ്പോൾ ചരടൊക്കെ പൂജിച്ച് കിട്ടി. അപ്പോൾ അത് കുട്ടികളുടെ കയ്യുമ്മ കെട്ടി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവരത് കെട്ടണ നേരം കൊണ്ട് ഞാൻ അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നമ്മൾ ഈ വ്ളോഗൊന്നും എടുത്ത് പരിചയമില്ലാത്ത കാരണം ഇന്നത്തെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞാനപ്പോൾ ഇനി എടുക്കുന്ന വീഡിയോയിൽ അതൊക്കെ ശ്രദ്ധിച്ചോളാം. നമ്മൾ ഈ മേക്കിംഗ് വീഡിയോസ് എടുത്തെടുത്ത് ശീലമായിട്ട് നമുക്ക് ഈ പുറത്ത് പോയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കുമ്പോൾ അത്രയ്ക്കൊന്നും ഒരു പെർഫെക്ഷൻ കിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഞാനപ്പോൾ മാറ്റം വരുത്തി ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറേശ്ശെയൊക്കെ ഇതുപോലെ വ്ളോഗും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മേക്കിംഗ് വീഡിയോസും കൂടി ചെയ്ത് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയാം. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ചരടൊക്കെ കെട്ടി കഴിഞ്ഞ് പിന്നെ പുറത്ത് പോയി പ്രദക്ഷിണം വെച്ച് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരുപാട് നേരമൊന്നും ഇവിടെ നിന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. നമ്മളതൊക്കെ വാങ്ങിച്ച് തലയിലൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത് നല്ല വീഡിയോ എടുക്കായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് കുറവുകൾ ഉണ്ടാവും നമുക്കറിയാത്ത കാരണം. ഇനി കുറേശ്ശെ ഇതൊക്കെ പഠിച്ച് വരുമ്പോൾ ശരിയാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മളിനി ചോറ്റാനിക്കരയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇത് പുതിയ പാലാന്ന് തോന്നുന്നു. അവർ പറഞ്ഞത് ശബരിമലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ പാലത്തിൻ്റെ പണി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് പുതിയൊരു പാലമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഞങ്ങൾ ആ പാലത്തുമ്പോൾ കൂടെ അങ്ങനെ നേരെ ചോറ്റാനിക്കരയ്ക്കാണ് പോകുന്നത്. ചോറ്റാനിക്കര ചെന്നപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി തോന്നുന്നു, 10-10:30 ആയി തോന്നുന്നു സമയം. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് നമുക്ക് ലൈനിൽ നിന്ന് വേഗം ലൈൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ നട അടച്ചു. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ തൊഴാൻ നിൽക്കുമ്പോൾ വേഗം തൊഴുവ് നട അടയ്ക്കാറായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം തൊഴുത് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അടച്ചു. പിന്നെ ആ ലൈൻ അങ്ങനെ നല്ലപോലെ നീങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ നേരെ തൊഴുതു വന്ന് ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ നിന്നു. അവിടെയും വലിയ കുഴപ്പമുണ്ടായില്ല. നമുക്ക് ഫസ്റ്റിൽ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെ നിന്ന നേരം കൊണ്ട് തൊഴുതിറങ്ങിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടത്. ഉള്ളിലേക്കൊന്നും ഫോൺ അലവബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തൊഴുതിറങ്ങിയിട്ട് എടുത്തതാണ്. ഇത് താഴെ ചോറ്റാനിക്കര താഴെ ഉണ്ടല്ലോ മേൽക്കാവ് കീഴ്ക്കാവ് എന്നല്ലേ പറയാം അമ്പലത്തിൽ. അപ്പോൾ ഈ കീഴ്ക്കാവിലേക്ക് പോകുന്ന ഒരു ഇതാണ്. അതിലെ പോകുമ്പോൾ നിറയെ കൈനോട്ടക്കാരുണ്ടായിരുന്നു. അവിടെ വിളിച്ച് നമ്മളെ നിർത്തും. തിരിച്ചു വന്നപ്പോൾ ഞാൻ കൈ നോക്കി. പക്ഷേ കൈ നോക്കി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞത് നമ്മളെ സന്തോഷിപ്പിക്കാൻ കുറേ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ ചിലതൊക്കെ ശരിയായിട്ട് തോന്നിയിട്ട് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. നമ്മളിതിന് മുമ്പ് വേറൊരു സ്ഥലത്ത് കൈ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും ഒരേപോലെ തന്നെയായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ നമ്മൾ അതാ ഒരു രസത്തിന് തന്നെ വിടൂലേ കൈനോട്ടമൊക്കെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ നോക്കാൻ. അപ്പോൾ അങ്ങനെ വരുന്ന സൈഡിലൊക്കെ കടകളുണ്ട്. അധികം കടകളൊന്നുമില്ല, 2-3 കടയുണ്ട്. അപ്പോൾ ഇത് കീഴ്ക്കാവിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയി ജസ്റ്റ് കുളത്തിൻ്റെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് തൊഴുത്. ഇവിടെയും ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചുറ്റി ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ഇവിടെയും തൊഴാനൊന്നും നമുക്ക് അധിക സമയമൊന്നും ഇതായില്ല. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു വെച്ചാൽ ലൈനൊക്കെ നിൽക്കുമ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ കീഴ്ക്കാവിൻ്റെ അവിടെയും ഇതുപോലെ 2-3 കടകളുണ്ട്. തിരക്കുണ്ട്, വലിയ കുഴപ്പമില്ല. എന്നാലും ഇവിടെയൊന്നും വരിയില്ല, നമുക്ക് കീഴ്ക്കാവിലൊന്നും വരിയില്ല. ജസ്റ്റ് തൊഴുതിങ്ങനെ പോരാം.
തിരിച്ചത് കഴിഞ്ഞ് നമ്മളിതേ പോരുകയാണ്. അപ്പോൾ അവിടെ പോരുന്ന വഴിക്കാണ് ഞാൻ കൈ നോക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞത് അമ്പലത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 12:45 അല്ല 1:15 ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമുക്ക് 6 മണി വരെ സമയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നല്ല ആലോചിച്ചപ്പോഴാണ് അവിടെ അടുത്ത് തന്നെ നമ്മുടെ ഹിൽ പാലസ് ഉള്ളത്. തൃപ്പൂണിത്തറ മ്യൂസിയം ഹിൽ പാലസ് ഉണ്ടല്ലോ, അപ്പോൾ അത് അവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ 2 മണിക്കേ തുറക്കുള്ളൂ. ഞങ്ങളവിടെ എത്തുന്നത് 1:30 ആ ഒരു ടൈമിലാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ വണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഒരു പാർക്ക് ഉണ്ട് കുട്ടികളുടെ, അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പാലസിൽ കയറി. പാലസിലാണെങ്കിൽ നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് എടുത്തു, പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഒരുപാട് ഫോട്ടോസ് എടുത്തു, പക്ഷെ അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഇടാൻ പാടുമോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവരോട് ചോദിച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. പുറത്തെ ഫോട്ടോസ് മാത്രമായിട്ട് അതിലുള്ളൂ. അവിടെ 250 എത്രയോ ചെയ്ത ക്യാമറയിലുള്ള ഫോട്ടോസാണോ വീഡിയോസാണോ എടുക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ആയിട്ട് എങ്ങാനും പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും അറിയാത്ത കാരണമാണ് ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഒന്നും ഇതിൽ കൊടുക്കാത്തത്. അപ്പോൾ ഇതേ കുറച്ച് നേരം പാർക്കിലൊക്കെ ഇരുന്ന് അവൾ ഓടി നടന്ന് അവിടെ ഇവിടെയൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ 1:45 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ മുകളിലേക്ക് പോയി. നമുക്ക് മുകളിലേക്ക് വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ മുകളിൽ പോയി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങളവിടെ കയറി നിന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തുറന്നു. പിന്നെ നമ്മളങ്ങനെ ഉള്ളിൽ കയറി ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാണാനുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് കുളമാണ് അവിടുത്തെ കുളത്തിൻ്റെ സൈഡിൽ നിന്നിട്ടെടുത്തൊരു വ്യൂ ആണ്. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ ആകെ തുരുമ്പ് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തൊന്നുമില്ല. ജസ്റ്റ് ആ കുളം കണ്ട് അങ്ങനെ ദേ മുകളിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പുറത്തെ വ്യൂ. നല്ല എന്താ പറയുക, കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് റോട്ടിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. നമ്മുടെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ള വ്യൂ ആണിത്. അപ്പോൾ അതേ കൊട്ടാരത്തിലേക്ക് നടന്ന് കയറണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറാം, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പോകാം. എന്നിട്ട് മുകളിൽ നമുക്ക് പാർക്ക് ചെയ്യാം. അതിൻ്റെ സൈഡിൽ പാർക്കിംഗ് ആയിട്ട് പ്രത്യേക സ്ഥലമൊന്നുമില്ല. ഇതിങ്ങനെ കയറി പോകുന്ന ഈ ഒരു സൈഡുകളിൽ നമുക്ക് വണ്ടി ഇടാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് വണ്ടിയിൽ തന്നെ പോയി, ഇല്ലെങ്കിൽ നമ്മളിത് മുഴുവൻ കയറണ്ടേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടിയിൽ പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ 2 മണി തൊട്ട് 4 മണി വരെ ഉള്ളൂ കേട്ടോ നമുക്ക് എൻട്രി. അപ്പോൾ ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. 2 തൊട്ട് 4 വരെയാണ് എൻട്രി. പാർക്കിൽ പറ്റും, പക്ഷേ ഇത് 2 മണി തൊട്ട് 4 മണി വരെ ഉള്ളൂ നമുക്ക് പാലസിൻ്റെ ഉള്ളിലുള്ള എൻട്രി. അപ്പോൾ അത് കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവർ പറയും വേഗം വേഗം ആയിക്കോളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് വ്യൂവും കൂടി ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, അവിടെ കുറച്ച് വ്യൂ ഉണ്ട്. ശിലകളുടെയൊക്കെ ശേഖരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറാം. പിന്നെ കുറേ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് വേറൊരു കുളമൊക്കെ ഉണ്ട്. കുളത്തിൻ്റെ അവിടേക്ക് ഞാൻ പോയില്ല. അവിടെ പിന്നെയും വേറെ ഓരോരോ പണ്ടത്തെ പുരാതനമായിട്ടുള്ള ഓരോരോ ശില്പങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വ്യൂ ഉണ്ട്, നമുക്ക് കാണാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ ഞങ്ങൾ കയറി നിൽക്കുമ്പോൾ അവിടെ അടച്ചിട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ കയറി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് ഓപ്പണായി. നമ്മൾ ചെരുപ്പൊന്നും ഇട്ട് ഉള്ളിൽ കയറാൻ പാടില്ല. അപ്പോൾ അവിടെ ക്ലോക്ക് റൂമുണ്ട്, നമുക്ക് അവിടെ ക്ലോക്ക് റൂമിൽ കൊണ്ടുവയ്ക്കുക. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മളെടുത്ത വ്യൂ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, വീഡിയോ അലൗബിൾ അല്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ താഴെ ഇറങ്ങി ചെന്നിട്ട് തന്നെ വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പുറത്തെ വ്യൂ ആണ്, കൊട്ടാരത്തിൻ്റെ പുറത്തെ വ്യൂ ആണ്. നമുക്കകത്തെ വ്യൂ ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പുറത്ത് നിന്നിട്ട് കയറുന്നതിന് മുമ്പ് എടുത്തതാണ് കേട്ടോ ഞാനിതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ എൻട്രി. ഒരു സൈഡിൽ കൂടെ കയറിയിട്ട് നമ്മൾ വേറെ സൈഡിൽ കൂടെയാണ് ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങി വരുന്ന വ്യൂ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ശിലകളുടെയൊക്കെ ഉള്ളതാണ് ആ ഒരു മാവിൻ്റെ അപ്പുറത്തുള്ള കെട്ടിടത്തിലൊക്കെ പഴയ ശിലാരൂപങ്ങൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ എടുത്തില്ല, ചോദിച്ചാലും എടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ പുറത്തതൊക്കെ പറമ്പാണ്, ആ ഭാഗത്ത് ഫുൾ പറമ്പാണ്. താഴേക്ക് കുറേ ഇറങ്ങിപ്പോയിട്ട് അവിടെ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ വേറെ കുളം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഫുള്ളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മൾ വില്ലാതെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങനെ വീഡിയോസ് എടുത്തു, പക്ഷെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അവിടെ നിന്ന് നമ്മൾ 4 മണിക്ക് തന്നെ ഇറങ്ങി. 4 മണിക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടാണ്. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, എന്നാലും കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി. താഴെ ഇറങ്ങി വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഐസ്ക്രീം കഴിച്ചത്. നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ പാലസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ് കേട്ടോ.
അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന സമയത്ത് ഐസ്ക്രീമൊക്കെ മേടിക്കാൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചൊരു ഇത്തിരി നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആമയുടെ അമ്പലത്തിൻ്റെ അവിടെ, അത് കായലിൻ്റെ തീരത്തുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വരുന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഈ കായൽ കാണുന്നത്. പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം, പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിൽ ചെന്നിട്ടുള്ള വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്താണ്, കായലാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ വർത്താനം പെട്ടക്കണ കാരണം അത് മ്യൂട്ടാക്കി കൊടുത്തതാണ്. അതിങ്ങനെ കിടന്ന അലടിക്കണ ആ ഒരു സൗണ്ട് അതൊരു നല്ല രസമായിരുന്നു. നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. അപ്പോൾ നമ്മളൊരു 4:30 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായി. പക്ഷെ അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നില്ല. 5 മണിയായിട്ട് അമ്പലം തുറക്കുള്ളൂ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടേക്ക് ഇരുന്ന് ഞങ്ങൾ കൈയും കാലം മുഖമൊക്കെ കഴുകി കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ അമ്പലം തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി. പിന്നെ നമ്മൾ ആ പൂജയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഭക്ഷണം അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് നമ്മളങ്ങനെ തിരിച്ചു. അപ്പോൾ തിരിച്ചു വരുന്ന ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.